നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരെല്ലാം ഉറപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. എന്താ അതുപോലെ? ഇവിടെയുള്ളവർക്കെല്ലാം വലിയ പ്രതീക്ഷയും സന്തോഷവും കൊടുത്തിട്ട് ഒറ്റയടിക്ക് നടക്കില്ലെന്നറിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടാ, ഒന്ന് തന്നെ. അച്ഛൻ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്റെ മൊബൈൽ ധനുഷിനെ മുറിയിച്ച് മറന്നു. നീ ഒന്ന് പോയി എടുത്തിട്ട് വാ. ഏട്ടാ ചെല്ല്, ഞാൻ എടുത്തിട്ട് വാ. വിവാഹം നടക്കുന്നൊരു സാഹചര്യം വന്നാ നിന്റെ അച്ഛനെ കൊണ്ട് നീ സമ്മതിപ്പിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയല്ലേ? തീർച്ച. അല്ലാത്ത കാര്യം ഞാൻ നിന്നോട് പറയോ? എങ്കിൽ സാരമില്ല. ആഹാ, ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു. എന്താ സന്ദീപേ? അത് നന്ദേട്ടന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചെന്ന് പറഞ്ഞു. ദേ ഇരിക്കുന്നു. ശരി എന്നാ. അച്ഛാ, നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് ധനുഷിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ഞാനിപ്പോ ധനുഷിനോട് സംസാരിച്ചിരുന്നു. ധനുഷിന് സമ്മതമാണെന്ന് എന്നോട് പറഞ്ഞത്. ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഈ കുടുംബത്തിലെ അവസാനത്തെ വിവാഹം വലിയ ആർഭാടത്തോടെ തന്നെ അത് നടത്തണം. ധനുഷിന്റെ സമ്മതം പോലെ തന്നെ അവന്റെ വീട്ടുകാരുടെയും സമ്മതം വാങ്ങണം. സച്ചി, അർച്ചനയും സന്ദീപും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എല്ലാവരോടുമായി നമുക്കിത് പറയാം. ശരി അച്ഛാ. സ്നേഹമോൾക്ക് മറ്റെതിർപ്പുകളൊന്നും ഇല്ലെന്ന് തന്നെ വിശ്വസിക്കാലോ. എന്നിരുന്നാലും അവളോട് പറഞ്ഞിട്ട് വേണം ഇത് ഉറപ്പിക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനും. എന്റെ മക്കളുടെ കാര്യത്തിൽ മുമ്പ് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊന്നും സ്നേഹയുടെ കാര്യത്തിൽ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനിയും അതുപോലുള്ള അനുഭവങ്ങൾ താങ്ങാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് അതിൻ്റെതായ രീതിയിൽ നീ തന്നെ മുന്നിൽ നിന്ന് ചെയ്താൽ മതി. ശരി അച്ഛാ. ധനുഷിന്റെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും പറ്റിയൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? വലുതായിട്ടൊന്നും അറിയത്തില്ല. വീട്ടിലിപ്പോ അച്ഛനും അമ്മയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ചേച്ചിയുള്ളത് വിവാഹം കഴിഞ്ഞ് മറ്റെവിടെയാണ് താമസമെന്നും പറഞ്ഞു. ഞാൻ വിശദമായി ധനുഷിനോട് ഒന്നുകൂടി സംസാരിക്കാം അച്ഛാ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് ഫയൽ കൂടി നോക്കാനുണ്ട്. ശരി. ധനുഷിന്റെ സ്നേഹയുടെ കാര്യത്തിൽ നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല. ധനുഷിന്റെ അനുവാദം വാങ്ങിയെന്നല്ലാതെ നമ്മൾ ഇതുവരെ ഇവിടെയുള്ള ആരോടും ആലോചിച്ചിട്ട് പോലുമില്ല. സ്നേഹയോട് പോലും. സ്നേഹയോട് നിർബന്ധമായും സമ്മതം ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മക്കൾ അനുസരിക്കുമെന്ന് കരുതി ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാനം അതിൽ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇനി അത് ആവർത്തിക്കരുത്. സ്നേഹയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ശരി അച്ഛാ, അങ്ങനെ ചെയ്യാം. സ്നേഹയോട് ഞാൻ എന്താണ് ഒരു ഡിസ്കഷൻ? എന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. ഡിസ്കഷൻ നിന്നെ കുറിച്ച് തന്നെയാ. നിനക്ക് നല്ലൊരു പയ്യനെ നോക്കി ഞാനും അച്ഛനും കൂടി. നിനക്കതിന് സമ്മതമാണെന്ന് ചോദിക്കണമെന്ന് പറയുമായിരുന്നു.
പയ്യനോട് നന്ദൻ സംസാരിച്ചു. അവന് എതിർപ്പൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഇനി നിന്റെ കാര്യം കൂടി അറിയണം. എന്താടി, നിന്റെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എങ്കിൽ ഞങ്ങൾ ആലോചിച്ച വിവാഹം ക്യാൻസൽ. അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവള് പറഞ്ഞേനല്ലോ. മോളെ, ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ ഞാൻ കരുതുന്നത്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും നിന്റെ സമ്മതം നിർബന്ധമായിട്ടും വേണമല്ലോ. ആരാ അച്ഛാ നിങ്ങളുടെ മനസ്സിലുള്ള ആള്? ആളിവിടെയൊക്കെ തന്നെ ഉള്ളതാ. നമ്മുടെ ധനുഷില്ലേ, അയാളാ ഞങ്ങളുടെ മനസ്സിലുള്ള ആള്. നന്ദൻ സംസാരിച്ചപ്പോ മോളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അയാൾ പറഞ്ഞു. ആ, ഇനിയുള്ളത് മോളുടെ തീരുമാനം. വേണേ മോള് 2-3 ദിവസം ആലോചിച്ചിട്ട് പറഞ്ഞാലും മതി. ഇനിയിപ്പോ ഞാൻ എന്താലോചിക്കാനാ അച്ഛാ? അച്ഛനും ഏട്ടനും കൂടെ എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി. നിനക്കും ധനുഷിന് ഇഷ്ടമാണെന്നും ഈ വിവാഹത്തിന് സമ്മതമാണെന്നും അല്ലേ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഇനി കാര്യങ്ങൾ എളുപ്പമായി. വേഗത്തിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. ആ, നിങ്ങളെത്തിയല്ലേ? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചാ. ആതിരയോടൊപ്പം സന്ദീപ് അങ്ങോട്ട് പോയി. പിന്നെന്തിനാ മീര ഇങ്ങോട്ട് വന്നത്? എടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതിനെന്താ, മീര ഇവിടെ തന്നെ നിൽക്കട്ടെ. ആ പിന്നെ, നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ദാ ഇപ്പൊ ഇവിടെ ഒരു വിവാഹ ഉറപ്പിക്കൽ നടന്നു. അത് മറ്റാരുടെ അല്ല, ദേ ഇവളുടെ വിവാഹം ഞാനും അച്ഛനും അവളും കൂടി അങ്ങ് തീരുമാനിച്ചു. വിവാഹം തീരുമാനിച്ചെന്നോ? ആരുമായിട്ട്? അത് മറ്റാരുമല്ല, നമ്മുടെ ധനുഷില്ലേ, അവനുമായിട്ട്. അവൻ നല്ല പയ്യനല്ലേ. ഞാൻ അവനോടും ഇവളോടും സംസാരിച്ചപ്പോ രണ്ടുപേർക്കും താല്പര്യമുണ്ട്. എന്നാ പിന്നെ അതങ്ങ് നടത്താൻ കരുതി. ഞാനും നന്ദനും കൂടി ആലോചിച്ച ശേഷം നിങ്ങളോടൊക്കെ പറയാന്ന് കരുതി. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നിങ്ങളും തിരക്കിലായിരുന്നല്ലോ. ഇപ്പൊ ഇവളോട് ചോദിച്ചപ്പോ ഇവൾക്ക് എതിർപ്പില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.